എന്നെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരും ഇവിടെ ജോലി ചെയ്യണ്ട. എല്ലാരും പിരിച്ചു വിട്ടേക്ക്. ഇവൾ ഈ കമ്പനി വിട്ടു പോവാതെ ഞാൻ എങ്ങോട്ടും വരില്ല. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? കുറച്ച് മനസ്സമാധാനം കിട്ടാൻ. കൈലാഷ് സാറിനോട് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലേ? എനിക്ക് എന്ത് തോന്നിയിട്ടും കാര്യമില്ലല്ലോ. പ്രിയൻചേട്ടൻ പറയുന്ന പോലെ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടില്ലേ? ഇതുപോലെ എല്ലാവരുടെ ദേഷ്യവും ചീത്തവിളി ഏറ്റുവാങ്ങാൻ എന്റെ വിധി. എന്റെ ജന്മം ഇങ്ങനെയായി പോയി. നീ എന്തിനാ ഇങ്ങനെ സ്വയം തരം താഴ്ച സംസാരിക്കുന്നത്? എനിക്ക് മതിയായി പ്രിയൻചേട്ടാ. ഇങ്ങനെ എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് എത്ര നാളെന്ന് കരുതിയാ ജീവിക്കാം? നീ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയത് ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു. സാഹചര്യം എത്ര മോശമായാലും നമ്മൾ പരസ്പരം താങ്ങായി നിൽക്കുന്നിടത്തോളം കാലം നമ്മളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല പാറു. സത്യം മറച്ചു വെക്കുന്നോണ്ട് ബാധിക്കപ്പെടുന്നത് നമ്മൾ മാത്രമല്ല. കൈലാസ് സാറിനും സീതാ മാഡത്തിനും സംഭവിച്ച തെറ്റിദ്ധാരണ കാരണം ഇന്ന് മുഴുവൻ തൊഴിലാളികൾക്കും അവരുടെ ജോലി നഷ്ടപ്പെടേണ്ടതായിരുന്നു. മുക്തയും അരവിന്ദ് സാറും ഇടപെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾ ബാധിക്കപ്പെടുമായിരുന്നു? അത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലേ? ഞാനൊരു സ്വാർത്ഥനാണെന്നാണോ നീ പറയുന്നത്? അയ്യോ പ്രിയൻചേട്ടൻ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ കമ്പനിയിലെ ജോലി കളഞ്ഞിട്ട് പോവാൻ കുറച്ചു മുമ്പ് ഞാൻ തയ്യാറായത് നീയും കണ്ടതല്ലേ? ജോലിക്കും ശമ്പളത്തിനും വേണ്ടിയാണ് ഞാൻ സത്യം മറയ്ക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തൊഴിലാളികൾക്കൊരു പ്രശ്നം വന്നപ്പോ കൈലാഷ് സാറ് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നീ കണ്ടില്ലേ? അദ്ദേഹം സ്വന്തം അമ്മയെ പോലും എതിർത്ത് തൊഴിലാളികളുടെ കൂടെ നിന്നു. ഈ കമ്പനിയുടെ ഉടമസ്ഥത വേണ്ടെന്ന് വെച്ച് നമ്മുടെ കൂടെ ഇറങ്ങി വരാൻ അദ്ദേഹം തയ്യാറായി. അത്രയും ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യനെ മനസ്സ് അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല പാറു. ഇപ്പൊ കമ്പനിയിൽ സംഭവിച്ചതിന് കാരണക്കാർ നമ്മളല്ല. എന്ത് തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിലും സീത മേഡം നിന്നെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ തൊഴിലാളികളും നിന്റെ കൂടെ നിന്നത്. ഇതൊക്കെ കൈലാഷ് സാറിനോട് സത്യം പറയാതിരിക്കാൻ പ്രിയൻചേട്ടൻ പറയുന്ന ന്യായങ്ങളല്ലേ? അല്ല, ഞാൻ എപ്പോഴും എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന മാത്രമേ ചെയ്യാറുള്ളൂ. കൈലാഷ് സാറിനെ വേദനിപ്പിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അത് ശരിയായ തീരുമാനമാണെന്ന് കാലം തെളിയിക്കും. കുറച്ചു കാലം മുമ്പ് വരെ അമ്മ നമ്മുടെ ബന്ധം അംഗീകരിക്കുമെന്ന് നീ വിശ്വസിച്ചിരുന്നോ? പക്ഷെ ഇപ്പൊ അമ്മ നിന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചില്ലേ? അതുപോലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. നിന്റെ ഈ വിഷമങ്ങളൊക്കെ മാറും. പ്രിയൻചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിലെ വിഷമം മാറില്ല. നിന്റെ മനസ്സിന് ആശ്വാസം കിട്ടുമെങ്കിൽ നീ കരഞ്ഞോ?